ഹലോ, വെൽക്കം ടു പ്രിറ്റി ഹോം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ പഴം നിറച്ചത്. അപ്പോൾ പഴം നിറച്ചതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് 5 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്, 1 കപ്പ് മൈദ, അതിൽ 2 സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്തതാണിത്, 1 പിടി അവില്, കുറച്ച് കിസ്മിസ്, കുറച്ച് കശുവണ്ടി, 1 മുറി തേങ്ങ, കുറച്ച് ഏലക്ക പൊടിച്ചത്, പിന്നെ 1 കപ്പ് ശർക്കരപ്പാനി. ഇത്രയാണ് നമുക്ക് പഴം നിറച്ചതിന് വേണ്ടത്. നമുക്ക് ആദ്യം ഇതിൻ്റെ കൂട്ട് ശരിയാക്കുന്നതിന് മുൻപ് ഇതിന് വേണ്ട മാവ് റെഡിയാക്കി എടുക്കാം. ശരിക്ക് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ നമുക്കതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ 1 നുള്ള് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, നന്നായി മിക്സ് ചെയ്യാം. കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതാണ് മാവിൻ്റെ കൺസിസ്റ്റൻസി. ഇതുപോലെ ഇരിക്കണം, എന്നാലേ നമുക്ക് ഈ പഴം നിറച്ചത് അതിൽ മുക്കിയെടുക്കുമ്പോൾ ശരിക്കും വരുള്ളൂ. നമുക്ക് ഈ പഴമൊക്കെ തൊലി കളഞ്ഞ് റെഡിയാക്കിയെടുക്കാം. പഴം എല്ലാം റെഡിയായി. നമുക്കിത് പഴം നിറക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി നമ്മൾ ഇതുപോലെ ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുക. ഫുൾ കട്ട് ചെയ്യരുത്, ഇങ്ങനെ സെൻറ്ററിൽ നിന്ന് ഒരു പീസാക്കിയിട്ട് ഇങ്ങനെ മാറ്റിയെടുക്കണം. ആ അറ്റത്ത് മുട്ടിക്കാൻ പാടില്ല. എന്നിട്ട് നമ്മുടെ വിരലുകൊണ്ട് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കി കൊടുത്താൽ മതി. ഇതുപോലെ ഓരോ പഴവും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. പഴമെല്ലാം ഇതുപോലെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ വേണം ഇതിൻ്റെ കൂട്ട് ഫില്ല് ചെയ്യാനായിട്ട്. അതിന് വേണ്ടിയാണ് ഇവിടെ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തത്. പഴം നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിനുള്ള കൂട്ട് റെഡിയാക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അതിലേക്ക് കുറച്ച് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് തേങ്ങ ആഡ് ചെയ്യാം. ആ ഏലക്കയും കൂടി അതിനോടൊപ്പം ചേർത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് അവലും ചേർത്ത് കൊടുക്കാം, കിസ്മിസ്, കശുവണ്ടി. നന്നായി മിക്സ് ചെയ്യാം. നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ശർക്കരയും തേങ്ങയും എല്ലാം കൂടെയുള്ള ഭയങ്കര നല്ല സ്മെല്ലാണ്. ഈ അവലും കൂടി നമ്മൾ ചേർത്തതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫാക്കാം. അപ്പോൾ നമ്മുടെ മിക്സ് എല്ലാം തണുത്തു. അപ്പോൾ നമുക്കിത് പഴത്തിലേക്ക് ഫില്ല് ചെയ്യാം.
വേണമെങ്കിൽ നമുക്ക് കൈ കൊണ്ട് തന്നെ അതിലേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തേക്കാം. ഇതുപോലെ എല്ലാം നമുക്ക് ഫില്ല് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ പഴമെല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നും ഈ മാവിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കാം. സൂക്ഷിച്ച് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്കിത് എൻ്റെ ഒരു വശമായിട്ടുണ്ടോ നോക്കാം. ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം ഇതായിട്ടുണ്ട്. അപ്പം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് എടുക്കാം. ഇതുപോലെ ഓരോന്നും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ പഴം നിറച്ചത് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. നല്ല ഹെൽത്തി സ്നാക്സാണ്. അപ്പം ഞാനിത് എൻ്റെ മോൾക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഉറപ്പാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. താങ്ക് യു.